ഫ്രണ്ട്സ്, ഹാച്ച് ബാക്ക് വാഹനങ്ങളിലെ വമ്പനും കൊമ്പനും കൊല്ലകൊമ്പനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതുപോലെ മൈലേജിൻ്റെ കാര്യത്തിൽ രാജകുമാരനാണ് ഇവന്. അതെ, ഡീസൽ വേരിയൻറ്റിൽ വരുന്ന എറ്റിയോസ് ലിവ, അതിൽ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന VXD ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇതിൻ്റെ വില അതുപോലെ ഇതിൻ്റെ കണ്ടീഷന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊരു ഡീസൽ വാഹനം നമ്മളെ വീട്ടിൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാനും മെയിൻറ്റെയിൻ ചെയ്ത് കണ്ട് കൊണ്ടുപോകാനും പറ്റിയൊരു അടിപൊളി ഒരു വാഹനമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ വീഡിയോയിലുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ തിരുത്തണം. അതുപോലെ കൂടുതൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണമെന്നും കൂടെ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെന്ന് പറയുന്നത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന VXD എന്ന് പറഞ്ഞ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന ഡുവൽ ടോണിൽ വരുന്ന ഒരു അടിപൊളി എറ്റിയോസ് ലീവ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റോ അതുപോലെ മേജർ കംപ്ലൈൻറ്റോ അതുപോലെ ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വാറൻറ്റി തരുന്നതാണ്. അതുപോലെ കുറ്റി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പുറത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അഫ്രോൺ ഇവിടെ, അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കാം. ഡോർ സൈഡും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതുപോലെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു 50-60% അതിൻ്റെ മുകളിൽ 60-70% ഫ്രണ്ട് ടയർ ഉണ്ട്. അതുപോലെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു 50% ബാക്കിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അലൈവീൽ കമ്പനി അലൈവീലും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. ഈ അഫ്രോൺ എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഒറ്റ മിനിറ്റ്, ഈ കോട്ടിട്ടതുകൊണ്ട് കൈ വല്ലാതെ പൊന്തണില്ല. അപ്പോൾ അഫ്രോൺ എന്ന് പറയുന്ന ഭാഗത ഇതാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വണ്ടി ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കൊക്കെ പരിക്ക് വരും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല പരിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇനി നോക്കാനുള്ളൊരു ഒന്ന് എടുത്തേക്ക് വന്ന മുത്തോ, നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെയൊക്കെ കാണുന്ന രീതിയിലല്ലേ മുത്തു എടുക്കണേ, ഇവിടെയൊക്കെ കാണുന്നില്ല, ശരിക്കും കാണുന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് നമുക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും കഴിയില്ല. ഇപ്പോൾ പേസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വണ്ടി നമ്മളെ അടുത്ത് ഇല്ല, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുപോലെ നമുക്ക് ഇത് പണിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇടാൻ കഴിയില്ല. അത് പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ടാവും. ചില വണ്ടികൾക്ക് അങ്ങനെ ഉണ്ടാകും, പക്ഷേ അത് കരുതിയിട്ട് അത് പണിയെടുത്തു എന്നല്ല കേട്ടോ. ഈ മോഡലിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമുക്ക് കൈ കൊണ്ട് നമ്മൾ കമ്പനി ഇടുന്ന പേസ്റ്റും അതുപോലെ അല്ലാത്ത പേസ്റ്റും നമുക്ക് നമ്മളെ നഖം കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ തന്നെ ഏകദേശമൊക്കെ ആളുകൾക്ക് മനസ്സിലാവാൻ കഴിയും. പിന്നെ ഇതിൻ്റെ വിശദമായിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ആക്സിഡൻ്റ് ആയ വണ്ടികൾ വണ്ടികൾ എടുക്കുമ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനും അതുപോലെ മേജർ ആക്സിഡൻ്റൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുത്തോ കാണുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്തോ കേട്ടോ. ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ നെക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നെക്കിയിട്ട് പൊട്ടിങ്ങാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നഖം പോകുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വണ്ടി തട്ടിയതിന് ശേഷം അല്ലെങ്കിൽ പണിയെടുത്തതിന് ശേഷമൊക്കെ നമ്മളെ ഇങ്ങനെ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേസ്റ്റ് രണ്ടാമത് ഇട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, നിങ്ങൾ കൂട്ടിക്കോളൂ കേട്ടോ. നിങ്ങൾക്കൊരു വണ്ടി എടുക്കാൻ ഇനിയിപ്പോൾ നമ്മളെടുത്ത് എന്നല്ല വേറെ എവിടെ പോയി വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എവിടെയും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിടുന്ന് വണ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും വേറെ എവിടെയും പോയാണ്ട് നിങ്ങളും പെടരുത് എന്നുള്ളൊരു ഇതും കൂടെ നമ്മളെ മനസ്സിലുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. മുത്തോ കാണിച്ചു കൊടുക്ക്. ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഉള്ളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു അടിപൊളി വണ്ടിയാണ്. അതുപോലെ അത് മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ചൊറുക്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബട്ടനും കാര്യങ്ങളും ഇപ്പോൾ സ്റ്റിയറിങ്ങും അല്ല ബട്ടനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. AC എന്താ തണുപ്പ്. സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒറ്റ നമ്മൾ തിരിക്കലിൽ തന്നെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആവും.
നിങ്ങൾക്ക് എഞ്ചിന് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി സൗണ്ട് ഇനി ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ലോങ്ങിൽ നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളൊന്നും പാടെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ വന്നാൽ മതി. വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്രത്തോളം ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ജസ്റ്റ് എടുത്തേക്ക് വന്ന മുത്തോ. ഓക്കെ, മൈക്ക് ഓൺ ആക്കിയിട്ടില്ലേ? ഉണ്ട്. സൗണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു തരണമല്ലോ, മൈക്ക് പിടിച്ചാൽ പോരെ. സോറി, നോയ്സൊക്കെ നിങ്ങൾക്ക് കേൾക്കാനുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം നല്ല രീതിയിൽ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സീറ്റ് കവറൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു അടിപൊളി വണ്ടിയാണ്. ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോലും ബാക്ക് സൈഡിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ചൊറുക്കാക്കിയിട്ടുണ്ട്. മേജറായിട്ടുള്ള ചളിയോ ഇതോ വരയും കുറിയൊന്നും ഈ സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ വര കുറിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇനി ഫോട്ടോസായിട്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാനോ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഇനി ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും. പിന്നെ അതുപോലെ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് അറിയാത്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇനി ചോദിച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഇനിയിപ്പോൾ നമ്മളിലേറെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളോട് ഇപ്പോൾ നമ്മളെ വാപ്പയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 38 വർഷത്തോളം ഈ ഫീൽഡിലാണ്. അപ്പോൾ ഓരോടൊക്കെ ചോദിച്ചാണ്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഇനി ഇതിൻ്റെ റേറ്റിലോട്ട് പോകാം. നമ്മളിതിന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് പറയണം. പുറത്തുനിന്ന് ഒരുപാട് വണ്ടികൾ വരുന്നതല്ലേ. അപ്പോൾ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. 98,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 7,49,000 രൂപയാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നമ്മൾ ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയാണ് നമ്മൾ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ലിവ. അത് 2018, 19 കുറച്ച് വാഹനങ്ങൾ, 18 എൻ്റെ അഭിപ്രായത്തിൽ, പക്ഷേ 19 രജിസ്ട്രേഷന് ഈ വണ്ടി വരുന്നുണ്ട്. 19 കുറച്ച് വണ്ടികളും ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ആ ഒരു വാഹനങ്ങൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കാരണം മൈലേജിൻ്റെ കാര്യത്തിൽ ഇവന് വെല്ലാൻ ടയോട്ടയിൽ ചിലപ്പോൾ എൻ്റെ അറിവിൽ വേറെ ഇല്ല. കാരണം അത്രത്തോളം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു വാഹനമാണ്. അപ്പോൾ ഈ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. നമ്മൾ വീഡിയോ കണ്ടു നിർത്തിയിട്ട് ഇവിടെ അടുത്തുള്ള പോലെ ആണെങ്കിൽ പോലും ദൂരമുള്ള ആളാണെങ്കിൽ പോലും ഷോപ്പിലേക്ക് വരാതെ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. കാരണം വണ്ടി വിറ്റ് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വിറ്റ് പോയിട്ട് പിന്നെ നിങ്ങൾ വരുമ്പോൾ നമുക്ക് വേറെ വണ്ടി തരാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സങ്കടമായിരിക്കും നിങ്ങൾ മടങ്ങി പോകുമ്പം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളും നല്ല നല്ല ഓഫർ പ്രൈസിലുള്ള ബുള്ളറ്റുകളായിട്ടും ബൈക്കുകളായിട്ടും കാറുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വിമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിമാനം നമ്മൾ വിൽക്കും. അപ്പോൾ ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ കുറവുകൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.